സർ, സംഭവത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ ദാവൂദ് ഇബ്രാഹിമാണ്. സംഭലില് അതെ. ഉത്തർപ്രദേശിലെ സംഭലില് ഈ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് മറ്റേ പാകിസ്ഥാനിലുള്ള മറ്റേ കള്ളക്കടത്തുകാരൻ ദാവൂദ് ഇബ്രാഹിമാണെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിന് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരാൾ ഷെരീഖ് സത്ത അയാളിപ്പോൾ ദുബായിലാണ് ഉള്ളത്. ഈ ഏജന്റിനെ കൊണ്ടാണ് ഈ സംഭവം ചെയ്യിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ശരിക്കുള്ള സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിം, ഇതിന്റെ ആസൂത്രകൻ ഷെരീഖ് സത്തയുടെ പേരിൽ ഈ പറഞ്ഞ പോലെ 54ഓളം കേസുകൾ 54-55 കേസുകൾ ഉണ്ട്. എന്നിട്ട് പടിഞ്ഞാറൻ യു പി ഒരു മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള സ്ഥലമാണ്. പടിഞ്ഞാറൻ യു പി രാംപൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ. 2020 ഈ ഷെരീഖ് സത്തയ്ക്ക് ജാമ്യം കിട്ടിയിട്ട് അയാൾ വ്യാജ പാസ്പോർട്ടിൽ ദുബായിലേക്ക് കടക്കുകയായിരുന്നു. എന്നിട്ട് ദുബായിൽ നിന്നാണ് ഇപ്പോൾ ഓപ്പറേഷൻസ്. അയാൾക്കറിയാവുന്ന പണി ഇതാണ്, ഈ ഗുണ്ടാപ്പണിയാണ് അയാൾക്കറിയാവുന്നത്. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇയാളാണ് ദാവൂദിൻ്റെ ഏജന്റ്. പാകിസ്ഥാൻ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് ഈ സംഭലിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ, ആയുധങ്ങൾ. അത് പാകിസ്ഥാൻ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ, അമേരിക്കൻ മാർക്കിംഗ് ഒക്കെയുള്ള ബുള്ളറ്റുകളാണ്, വെടിയുണ്ടകളാണ് എന്നുള്ളത് ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് ഈ ആയുധങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഷെരീഖിനെ നിയന്ത്രിക്കുന്ന മുതലാളിമാരുണ്ടല്ലോ, അവരുടെ കരട് എന്ന് പറഞ്ഞാൽ അവർ തയ്യാറാക്കിയ ഒരു പ്ലാൻ അത് പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ഷാഹി ജമാ മസ്ജിദിൻ്റെ അവിടെ സർവേക്ക് ഒരു ടീം, ASIയുടെ ഒക്കെ ടീം സർവേക്ക് വരുമ്പോൾ 2 വിഭാഗം ഏറ്റുമുട്ടിയിട്ട് 5 പേര് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 5 പേര് കൊല്ലപ്പെട്ടതിനെ പറ്റി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു, വിദേശി മുസ്ലിമും സ്വദേശി മുസ്ലിമും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു അത്, അല്ലാതെ അത് മുസ്ലിം ഹിന്ദു സംഘർഷം ആയിരുന്നില്ല. അപ്പോൾ സംഭലിലെ ഈ ഷാഹി ഇമാം മോസ്കിൽ മറ്റേ ശിവലിംഗം ഒക്കെ ഉണ്ട് ഇല്ലേ, ഒരു ഹരിഹർ ക്ഷേത്രം ഇടിച്ചു നിരത്തിയാണ് ഈ മോസ്ക് പണിതത് എന്നുള്ളതാണ് കേസ്. അപ്പോൾ കോടതിയിൽ കേസിന് പോയിട്ട് കോടതി സർവേ നടത്താൻ പറഞ്ഞു ASIയോട്. ASI ടീം 2 തവണ വന്നതാണ് നേരത്തെ, കുഴപ്പമുണ്ടായിരുന്നില്ല. 3ാമത്തെ തവണയാണ്. അപ്പോൾ യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ MP ഉണ്ട് സിയാവുർ റഹ്മാൻ എന്ന് പറഞ്ഞത്, അങ്ങേരുടെ ബാപ്പയും അവിടുന്ന് നേരത്തെ MP ആയിരുന്നതാണ്. അപ്പോൾ 1978 മുതൽ സംഭൽ പലപ്പോഴും കത്തിയിട്ടുണ്ട്. 1 വർഷം തന്നെ ഒരുപാട് ഈ ആക്രമണങ്ങൾക്ക്, വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ട് ഹിന്ദുക്കൾ ഒഴിഞ്ഞുപോയ സ്ഥലമാണ്. അവിടെ വേറെയും ക്ഷേത്രങ്ങൾ പൂട്ടിക്കിടക്കുന്നത് പിന്നീട് കണ്ടല്ലോ. അതുമൊക്കെ പിന്നെ രാധാകൃഷ്ണ ക്ഷേത്രം ഒരെണ്ണം, അതുമൊക്കെ റിനോവേറ്റ് ചെയ്ത് പൂജയും ഒക്കെ അവിടെ തുടങ്ങിയിരുന്നു. മാത്രമല്ല അവിടെ ഹിന്ദുക്കൾ ഒരു എന്താ പറയുക, പണമിടപാട് സ്ഥാപനം നടത്തുന്ന ഒരാൾ, ബൻവാരിലാൽ എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് മുസ്ലിങ്ങളൊക്കെ സഹോദരന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് 1978 കലാപം നടക്കുന്ന സമയത്ത് പോയി. അപ്പോൾ പോയി കഴിഞ്ഞ് അയാളെ പരിചയമുള്ള ആളുകളൊക്കെ തന്നെയാണ്, പക്ഷെ മുസ്ലിം സംഘം ഇയാളെ വളഞ്ഞു വെച്ചിട്ട്, നീ ഈ കൈ കൊണ്ടല്ലേ പണം വാങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് കൈകൾ വെട്ടി, അത് കഴിഞ്ഞ് കാലുകൾ വെട്ടി, അങ്ങനെ പിന്നെ കഴുത്ത് കണ്ടിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ
ഈ ഭീഷണിയുള്ള ഹിന്ദുക്കൾക്കൊക്കെ താമസിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഹിന്ദുക്കൾ താമസിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 26 പേരെ കൂട്ടക്കൊല ചെയ്തു 1978. ഈ സംഭവം യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞിരുന്നു. നമ്മളിത് ഈ 1978 അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. ഇത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു സംഭലില്. ദാവൂദ് ഇബ്രാഹിം കുറെ കാലമായിട്ട് അനക്കമില്ലല്ലോ. ഇയാൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കും. ദാവൂദ് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. 2015 മുതൽ അയാൾ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ 2014 മോദി അധികാരത്തിൽ വന്നല്ലോ, അതോടെ പിന്നെ പിടുത്തം വിട്ടുപോയി. അപ്പൊ ഗുജറാത്തില് ഒരു മുഡ്യൂൾ ദാവൂദ് ഇബ്രാഹിം തുടങ്ങി. ഗുജറാത്തിൽ ഇതുപോലെ മതസ്പർദ്ധ ഉണ്ടാക്കുക. അതായത് ഇത്തവണ സംഭലില് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ട് അത് ഒരു ലോക്കൽ മതസ്പർദ്ധയായിട്ടല്ല ഉദ്ദേശിച്ചിരുന്നത്, രാജ്യമാകെ പടരുന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപമായിരിക്കണം എന്നുദ്ദേശിച്ചിരുന്നു എന്ന് അന്വേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. 2015 ഇയാൾ ഗുജറാത്തിലാണ് ദാവൂദ് ഇബ്രാഹിം ഒരു മൊഡ്യൂള് കണ്ടെത്തി തുടങ്ങിയത്. സഹിദ് മിയ ഷെയ്ഖ് എന്ന് പറഞ്ഞൊരാൾ, ഇപ്പം ഇവിടെ ഷരീഖ് സത്ത എന്ന് പറഞ്ഞൊരാളാണല്ലോ, അവിടെ സഹിദ് മിയ ഷെയ്ഖ് എന്ന് പറഞ്ഞൊരാളെ കണ്ടെത്തി, ഏജന്റിനെ കണ്ടെത്തി അവിടെ ഗുജറാത്തിൽ മോദിയുടെ സ്ഥലം അതാണല്ലോ, അവിടെ കലാപം ഉണ്ടാക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചിരുന്നു. BJP നേതാവ് പ്രാണേഷ് മിസ്ത്രി, VHP വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ശിരീഷ് ബംഗാൾ എന്നിവരെ കൊല്ലാനായിട്ടൊരു ശ്രമം നടന്നിരുന്നു. അവിടെ പദ്ധതിയൊക്കെ ഇടുകയും ചെയ്തിരുന്നു. കഴിയുന്നത്ര ഹിന്ദു നേതാക്കളെ വകവരുത്തുക എന്നുള്ളതായിരുന്നു അന്ന് അവിടുത്തെ ഉദ്ദേശം. അപ്പോൾ 2015 ഗുജറാത്തിൽ ഉദ്ദേശിച്ചിരുന്ന എന്താണോ അതുപോലെ സംഭലിൽ തുടങ്ങിയിട്ട് ഉത്തർപ്രദേശ് ഇവരുടെ ഈ മത കലാപങ്ങളുടെ ഒരു ഭൂമിയായിട്ട് മാറ്റണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അവർക്ക് ഈ ഇന്റർസ്റ്റേറ്റ് മറ്റേ ISI പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അതുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ അവരുമായിട്ട് മാത്രമല്ല സഹായം, ഖലിസ്ഥാൻ തീവ്രവാദികളുടെ സഹായവും ഇവർക്ക് ഓരോരിക്കൽ കിട്ടാറുണ്ട്. ഖലിസ്ഥാൻ തീവ്രവാദികളെയും ഉപയോഗിക്കാറുണ്ട് ഇവര്. ഹിന്ദു നേതാക്കളെ മുമ്പ് പഞ്ചാബിൽ ഇവർ ലക്ഷ്യം വെച്ചിരുന്നതാണ്. ഹിന്ദു നേതാക്കളെ ഖലിസ്ഥാൻകാർ ലക്ഷ്യം വെച്ചിട്ടൊരു ഹിന്ദു സിഖ് കലാപം പഞ്ചാബില് സൃഷ്ടിക്കാനായിട്ട് ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അങ്ങനത്തെ കലാപങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ദാവൂദ് ഇബ്രാഹിം ശ്രമം നടത്തുന്നുണ്ട്, അതിപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ യാവത്ത് നാൾ എന്ന് പറഞ്ഞ ആ മേഖലയിൽ മഹാരാഷ്ട്രയിൽ ഇതിൻ്റെ ശ്രമം നടക്കുന്നുണ്ട്. യാവത്ത് നാൾ എന്ന് പറഞ്ഞ മേഖലയിൽ ഇതിൻ്റെ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ജമ്മു കശ്മീർ കത്തിക്കണം എന്ന് പാകിസ്ഥാൻ ഉണ്ടല്ലോ, തീവ്രവാദികളെ ഇടയ്ക്കിടയ്ക്ക് കാട്ടുപ്രദേശത്ത് മലമ്പ്രദേശത്തൊക്കെ ഇറക്കുന്നുണ്ട്. അവിടെ സമ്പൂർണ്ണ നിരാശയാണ്. ജമ്മു കശ്മീർ ശാന്തമായല്ലോ. അപ്പോൾ അതിൽ ആ നിരാശ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ തീർക്കണം എന്നുള്ളതാണ് ഉദ്ദേശം എന്നും അന്വേഷകർ പറയുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംഭലിൻ്റെ ISIക്ക് പങ്കുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അൽ-ഖ്വയ്ദയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ അതൊക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ സംഭൽ നിൽക്കുന്ന പ്രദേശമായിട്ടുള്ള ദീപാസരായ്, നഖാസ അവിടെയൊക്കെ. അപ്പോൾ പണം മുടക്കുന്നുണ്ട് ISI, ആയുധങ്ങൾ ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 50 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭൽ അക്രമത്തിൻ്റെ പേരിൽ. 91 പ്രതികളെ കൂടി പിടിക്കാനുണ്ട് അതിൽ. സംഭൽ ഏറ്റുമുട്ടലിലൊക്കെ അവർ ആ കൂട്ടം കൂടി അവർ തന്നെ വെടിവെക്കുന്നതും തോക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ദൃശ്യങ്ങളിൽ കാണാമല്ലോ. അതായത് ഹിന്ദുക്കളോ പോലീസുകാരോ ഒന്നുമില്ല. പോലീസുകാരുടെ കയ്യിൽ പെല്ലറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാർ ഉപയോഗിക്കുന്നൊന്നുമല്ല ഈ പാകിസ്ഥാൻമാർക്കുള്ള വെടിയുണ്ട. അപ്പോൾ ഷാഹിദ് അക്തർ, ഉസ്മാൻ ഹുസൈൻ എന്നീ പേരുള്ള ഷരീഖ് സത്തയുടെ 2 ഗുണ്ടകളെ
അന്വേഷിക്കുന്നുണ്ട്. അവരും പ്രതികളിൽ പെടുന്നുണ്ട്. ഇതാണിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ദാവൂദ് ഇബ്രാഹിം അപ്പോൾ സമ്പലിൽ തുടങ്ങിയിട്ട് ഓൾ ഇന്ത്യ രാജ്യവ്യാപകമായിട്ട് വ്യാപിപ്പിക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ജാഗ്രത പുലർത്തണമെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. കാരണം വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യക്ക് പുറത്താണെങ്കിലും പാകിസ്ഥാൻ്റെ അടുത്ത് കൃത്യമായിട്ട് ചാരടുവലികൾ നടത്തുന്നുണ്ട് അല്ലേ? അയാളുടെ മുതലാളി ഈ IS ആയതുകൊണ്ട്, ഇന്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് പാകിസ്ഥാൻ പട്ടാളമായതുകൊണ്ട് അവർ കറാച്ചിയിൽ ചെല്ലും ചെലവും കൊടുത്ത് താമസിപ്പിക്കുന്നത് കൊണ്ട് അയാൾ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതെ, ഇവരുടെ ചെലവിലല്ലേ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൈസയൊക്കെ താമസിപ്പിച്ചിരിക്കുകയാണല്ലോ. അതെ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിട്ടുതരാൻ പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിലില്ല എന്നൊക്കെ പറയും. അവർ പണ്ട് ഒസാമ ബിൻ ലാദനും പാകിസ്ഥാനിലില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ അബോട്ടാബാദിൽ പോയിട്ട് അമേരിക്ക അയാളെ തീർത്ത് കളഞ്ഞത്. ഇതാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.